പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. മലയാള സിനിമയിലെ ഒരു പഴയകാല നടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മലയാള സിനിമയിലും അതേപോലെ തന്നെ മലയാള സീരിയൽ രംഗത്തൊക്കെ ഒരുപാട് കിടിലം വേഷങ്ങളൊക്കെ ചെയ്ത ഒരു പഴയകാല നടനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഡയലോഗ് എന്ന് പറഞ്ഞാൽ പുലി മുരുകനിലെ ആ ഒരു കിടിലൻ ഡയലോഗ്. ലാലേട്ടനൊക്കെ വരുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗ് എല്ലാവർക്കും അറിയാം. കേട്ടറിവിനേക്കാൾ ഭയാനകമാണ് പുലിമുരുകൻ എന്ന സത്യം. അപ്പോൾ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴേ അത് ആരായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ മലയാള സിനിമയിലുള്ള MR ഗോപകുമാർ എന്ന് പറഞ്ഞ നടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രത്യേക പാറ്റേണിൽ പെടുത്താവുന്ന അഭിനയ ശൈലിയുള്ള നടനാണ് അദ്ദേഹം. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള വേട്ടമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ജംഗ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടത്തേക്ക് ജസ്റ്റ് നടക്കാം കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് വരെ നടന്ന് അങ്ങോട്ട് പോവാം. വേട്ടമുക്ക് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് മുന്നോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ മലയാള സിനിമയിലെ ഒരു കിടിലം നടൻ്റെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള നമ്മുടെ സ്വന്തം MR ഗോപകുമാർ. മലയാള സിനിമയുടെ തന്നെ ഒരു അനുഗ്രഹീത കലാകാരനാണ് അദ്ദേഹം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ നടനാണ്. സിനിമാ നടന്മാർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതിൽ ഒരു മുഖം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആയിരിക്കാം. കാരണം 90കളിലൊക്കെ അദ്ദേഹം ഒരുപാട് സീരിയലുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിധേയൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. മമ്മൂട്ടിയുടെ കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു കിടിലം ആക്ടറായിരുന്നു അദ്ദേഹം. ആ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ആൾക്കാരിലേക്ക് അറിഞ്ഞത്. ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ബേസ് ചെയ്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ഉള്ളത് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുമ്പോൾ അദ്ദേഹം തമിഴ്നാടുമായിട്ടൊക്കെ ടച്ചിങ് ഉള്ള ആളാണെന്ന് തോന്നുന്നു, കുടുംബപരമായിട്ടൊക്കെ. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1997 ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു അവസരം വന്നിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല, നിരസിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ 1997 അങ്ങനെ ഒരു പടത്തിൽ അദ്ദേഹത്തിന് അവസരം വരണമെന്നുണ്ടെങ്കിൽ എന്താണല്ലേ, ഏതെങ്കിലും മലയാള നടന്മാർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത്രയ്ക്കും ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ പല ആക്ടിങ്ങുകളും. ഗൈസ്, ഞാനിപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തൊട്ട് അടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മൾ മുന്നിലോട്ട് ചെല്ലുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ 2 നില പഴയ മോഡൽ വീടാണ് അദ്ദേഹത്തിൻ്റെത്. ഇതാ ഇവിടെ കാണുന്നതെന്ന് 3ാമത്തെ വീടാണ് അദ്ദേഹത്തിൻ്റെത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു 2 നില വീടാണ് അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വീട്ടിൽ വെച്ച് കണ്ടു, സംസാരിച്ചു, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ അടുത്തൊരു ടൈമിൽ ഏതോ ഒരു റിലേറ്റീവ്സ് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ബെല്ലടിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീടിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഇതാണ്. അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ നാടക നടനായിരുന്നു. അദ്ദേഹം ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസൊക്കെ ചെയ്ത് സ്റ്റേജിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം സിനിമ അഭിനയം ഒരേ കണക്ക് കൊണ്ടുപോയി. സിനിമയിലും സീരിയലുകളിലും ഒക്കെ, തമിഴ് സിനിമയിലും അതേപോലെ തമിഴ് സീരിയലുകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തിരുവട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1951 അദ്ദേഹം ജനിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 74 വയസ്സുണ്ട് കേട്ടോ. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ അഭിനയ ജീവിതം തുടങ്ങുന്നത് 1974 മുതലാണ്. അന്നോട്ടൊക്കെ അദ്ദേഹം ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ തന്നെ ഒരു പടത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്, മതിലുകൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ.
ഒരുപാട് കാലം കൊണ്ട് ഇവിടുത്തെ ആണുങ്ങൾ തുരന്നുണ്ടാക്കിയതാ. 1993 മികച്ച പ്രകടനത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം വിധേയൻ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഈ അഭിനയ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമയിൽ വന്ന സമയത്തും ഇപ്പോഴുള്ള സമയത്തും അദ്ദേഹത്തിന്റെ അഭിനയത്തിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് എടുത്തു പറയാവുന്ന ചില നല്ല നടന്മാരിൽ ഒരു നടനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി കൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട നടനാണ്. 1986 ദൂരദർശനം വന്നതിന് ശേഷം അവരുടെ ഫസ്റ്റ് ടെലിഫിലിം, അതായത് കുഞ്ഞയ്യപ്പൻ, അപ്പോൾ അതിലെ ഒരു ടൈറ്റിൽ റോളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധേയമായ വേഷമായിരുന്നു അതില്. കുഞ്ഞയ്യപ്പൻ സെൻട്രൽ ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ ഗോപകുമാർ സാറിന് ഒരു പ്രത്യേക നല്ല ക്യാരക്ടറാണ് കിട്ടിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് സംഭവങ്ങളിൽ ദൂരദർശന്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 1994 വിധേയൻ എന്ന സിനിമ വരുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാഫ് വളരെ ഹൈയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പുലിമുരുകനിലെ ആ ഒരു കാട്ടിലെ മൂപ്പനായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ. പുലിമുരുകനിലെ ആ ഒരു കിടിലൻ ഡയലോഗ് മാത്രം മതി അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കാൻ. അറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. നരഭോജികളായ വരയം പുലികൾക്ക് അന്തകനാകാൻ അവതാരമാണ്. ഇനി 2026 അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. പലതും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ തീർന്നതും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സിനിമകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം സീരിയലിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ സജീവമാണ്. അതേപോലെ ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് കിടക്കുന്ന പല ഓഡീഷനിലും അദ്ദേഹം ജഡ്ജായിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ സിനിമയിലെ പല ഭാഗങ്ങളുമായിട്ട് അദ്ദേഹം സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പോലും പല സ്റ്റേജുകളിലും പല രംഗത്ത് വെച്ചും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലും അതേപോലെ മലയാള സീരിയൽ രംഗത്തൊക്കെ ഒരുപാട് കിടില മികച്ച വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദൂരദർശനിലൊക്കെ ഒരുപാട് ടെലിഫിലിമുകളിലും അതേപോലെ തന്നെ സീരിയലിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണി, നിന്റെ അമ്മ മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇനി എന്തിനു മറച്ചു വെക്കണം, പറയേ. അല്ലാതെ വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ഇത്രയും നാൾ നോക്കിയില്ലേ, സ്നേഹിച്ചില്ലേ, അതിനുള്ള പ്രതിഫലമായുള്ള നമുക്ക് അന്ന് എല്ലാം അറിഞ്ഞിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹം ചെയ്ത പല വേഷങ്ങളും ഇങ്ങനെ ഓർമ്മയിലൊക്കെ ഉണ്ടാവും. പണ്ടത്തെ ദൂരദർശനൊക്കെ കാണുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സിനിമയിലല്ല സീരിയലിലൊക്കെ അഭിനയിച്ചും അല്ലെങ്കിൽ ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചായിരിക്കും അദ്ദേഹത്തിന് പരിചയം. വിധേയൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ അത്രയും കിടില ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ട് അദ്ദേഹം അഭിനയിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം ജീവിക്കുകയാണെന്ന്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. ഒരൊറ്റ കഥാപാത്രം മതി അദ്ദേഹത്തിനെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ. ഇപ്പോഴും ഓർമ്മയിലിരിക്കുന്ന ഒരു കഥാപാത്രമാണത്. യജമാനനെ ദയ കാണിക്കണേ. 1974 ജി ശങ്കരപ്പിള്ളയുടെ ആ ഒരു നാടകം രക്ഷപുരുഷൻ, അങ്ങനെ അതിലേക്കാണ് ആദ്യമായിട്ട് ഇദ്ദേഹം നാടകവേദിയിലേക്ക് കടന്നു വന്ന അഭിനയം തുടങ്ങുന്നത്.